സാഹിത്യവും പ്രകൃതിയും ഇഴകിച്ചേർന്ന ഒന്നാണ്. പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും അവകാശങ്ങളുണ്ട്. ഏവരും പ്രകൃതി സംരക്ഷണത്തിന്റെ പോരാളികൾ ആകണമെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ പറഞ്ഞു. കേരള വനം വന്യജീവി വകുപ്പും മാതൃഭൂമിയും ചേർന്ന് തേക്കടി ബാംബു ഗ്രോവിൽ നടത്തിയ യുവ എഴുത്തുകാർക്കുള്ള സാഹിത്യ ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളിൽ പാരിസ്ഥിതിക അവലോകനം സൃഷ്ടിക്കാൻ മാതൃഭൂമിയുടെ സീഡ് എന്ന പദ്ധതിക്കായി 7000 സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കി. 15 ലക്ഷം മരത്തൈകൾ നടുകയും അവയെ സംരക്ഷിക്കാനും പദ്ധതിക്കായി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള പ്രശംസാപത്ര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് DFO ജോഷിൽ, ജീവകാരുണ്യ പ്രവർത്തകൻ CV സാലിഹ്, തേക്കടി റേഞ്ച് ഓഫീസർ ഫ്രാൻസിസ് യോഹന്നാൻ, മാതൃഭൂമി കോട്ടയം ന്യൂസ് എഡിറ്റർ D അജിത് കുമാർ, അസിസ്റ്റന്റ് മാനേജർ സർക്കുലേഷൻ G വിനീത്, സീനിയർ ഓഫീസർ സർക്കുലേഷൻ വിമൽകുമാർ എന്നിവരും സംസാരിച്ചു. കഥയുടെ കൊടുമുടികൾ എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ VJ ജെയിംസ്, എഴുതാതിരിക്കൽ എന്നതിൽ ക്യാമ്പ് ഡയറക്ടറും സാഹിത്യകാരനുമായ സുഭാഷ് ചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. സാഹിത്യത്തെ പോലെ തന്നെ അതിനേക്കാളും പ്രധാനമായി പ്രകൃതി, അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓരോരുത്തരും ഒരു 10 ആൾ പറഞ്ഞ് മനസ്സിലാക്കി, അവർ പിന്നെ ഒരു 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മൾട്ടിപ്ലൈങ് എഫക്റ്റ് ആവട്ടെ അല്ലേ? അതിൻ്റെ പോരാളികളെ നിങ്ങൾ മാറണം. യു ഷുഡ് ബി ദ അംബാസഡേഴ്സ് ഫോർ പ്രൊട്ടക്ടിങ് ദ എൻവയൺമെൻറ്റ്. അതിനുവേണ്ടി പലതും നമ്മൾ എന്താ പറയുക, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, തയ്യാറാവണം. നമ്മളുടെ വരുന്ന തലമുറകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി പോരാളികളെ നിങ്ങൾ മാറണം.